എന്റെ യുവാക്കളെ, എന്റെ സമൂഹമേ, ഈ ശബ്ദം കേൾക്കുന്ന യുവത്വത്തിൽ നിലകൊള്ളുന്ന യുവാക്കളെ, ജീവിതമൊന്നേ ഉള്ളൂ. ഇതൊരു പരീക്ഷണശാലയിലാണ്, ഏക പരീക്ഷയിലാണ് നമ്മൾ ജയിക്കേണ്ടത്. ഭൗതിക ലോകത്തെ ദുനിയാവിൽ ജീവിച്ച് ഈ പരീക്ഷയിൽ പാസ്സാവാൻ സാധിക്കാതെ മരണം നമ്മളെ പിടികൂടിയാൽ രണ്ടാമതൊരു ചാൻസ് നമുക്കില്ല. ഹാൻസിനും പാൻപരാഗനും ഗുടുക്കക്കും ലഹരി പദാർത്ഥങ്ങൾക്കും മദ്യത്തിനും മയക്കുമരുന്നിനും വ്യഭിചാരത്തിനും ചീട്ടുകളിക്കും ചൂതാട്ടത്തിനും നെറ്റ്വർക്കിനും അതുപോലെ ഇന്റർനെറ്റ് മിസ്യൂസ് ചെയ്യുന്നതിലും മൊബൈൽ മിസ്യൂസ് ചെയ്യുന്നതിലും അന്യസ്ത്രീകളുമായി സംസാരിക്കുന്നതിലും അന്യസ്ത്രീകളുമായി സമീപിക്കുന്നതിലും ഒരു ഡിസ്റ്റൻസും പാലിക്കാതെ സംസാരിക്കുന്നതിലും ഇടപെടുന്നതിലുമൊക്കെ അങ്ങനെ 100 കൂട്ടം വിഷയങ്ങളെ എണ്ണി പറയാനാകുമെങ്കിൽ അവിടെയൊക്കെ ഇതാ പടച്ചവന്റെ കോപം വരാൻ, റബ്ബിന്റെ അതൃപ്തി വരാൻ, പടച്ചവന്റെ ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുള്ള മേഖലകളാണ്. ഞാൻ എന്റെ വേഷം നന്നാക്കാതെ നടന്നു പോകുന്നതും എന്റെ അങ്കലാവണ്യങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ആസ്വദിക്കട്ടെ എന്ന് ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നതും, ഞാൻ ഈ വേഷമണിഞ്ഞത് ആളുകൾക്കിടയിൽ ഒന്ന് ഷൈൻ ചെയ്യാനാണ് എന്ന് തീരുമാനിക്കുന്നതുമൊക്കെ പടച്ചവന്റെ കോപമിറങ്ങി വരാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. ആ പോക്കിൽ, ആ യാത്രയിൽ, ആ ഇടപെടലുകളിൽ, ആ ജീവിതക്രമത്തിൽ, ആ അല്ലാഹ്ക്കിഷ്ടപ്പെടാതെ മുന്നോട്ട് പോയതിൽ നിങ്ങൾ അപമര്യാദയായി പെരുമാറിയ നേരത്ത് പടച്ചവന്റെ വിധി വന്ന് മരണം നിങ്ങളെ തേടിപ്പിടിച്ച് ഇതാ നിങ്ങളുടെ റൂഹ് വലിച്ചെടുക്കുമ്പോ വേദനയോടുകൂടി വലിയ ശബ്ദത്തോടുകൂടി അട്ടഹസിക്കുന്നത് ചുറ്റുപാടത്ത് ആരും കേൾക്കാതെ പോകുന്ന, ആരും സഹായിക്കാനില്ലാതെ ഇതെന്റെ വേർപാടാണ് എന്ന് ഉറപ്പിക്കുന്ന വേളയിൽ നീട്ടിത്തരുമോ അല്ലാഹ്? നന്നാവാം, പെരുമാറ്റം, സ്വഭാവം, വേഷം, മര്യാദ എല്ലാം ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ ചാൻസ് കിട്ടാതെ, ചാൻസ് ലഭിക്കാതെ ഡേറ്റ് ആയാൽ നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ശരി ആ മരണമുണ്ടല്ലോ, അതോടുകൂടി അവസാനിച്ചു ഈ ലോകത്തെ ജീവിതം. ഇനി അനന്തമായ ജീവിതം തുടങ്ങുകയാണ്. ഈ പരീക്ഷയിൽ തോറ്റുപോയാൽ പിന്നെ നമുക്കൊരു ചാൻസ് ഇല്ല, പിന്നെ നമുക്കൊരു ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇത് വല്ലാത്തൊരു പരീക്ഷണ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണമെന്ന് മാത്രമാണ് ഈ വേളയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്.